ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ലോക്ക്ഡൗൺ ആയിട്ട് എല്ലാവരും പെട്ടിരിക്കുകയല്ലേ. അപ്പോൾ നമ്മൾ തൂമ്പയൊക്കെ എടുത്ത് ഒരു ചെറിയ കൃഷി പരിപാടിയൊക്കെ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ തുടങ്ങിയേക്കാണ്. വേറെ രക്ഷയൊന്നുമില്ല, നേരം പോക്കിന് അതുപോലെ പരിപാടിയൊന്നും വേണം. അപ്പോൾ നമ്മൾ ഈ പറമ്പിലിങ്ങനെ തോണ്ടുന്ന സമയത്താണ് നമ്മുടെ ആൻറ്റി ഒരാൾ ഇവിടെ നിന്നിട്ടൊരു സാധനം പറിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതുവരെ കണ്ടിട്ടില്ലത്. ഇതാണ് ആ ചെടി. നമ്മൾ തഴുതാമയിലേക്ക് നമ്മൾ സാധാരണ കറി വയ്ക്കാറുണ്ട്. എൻ്റെ വീട് പാലക്കാടാണ്. നമ്മൾ ഈ സാധനം അങ്ങനെ കണ്ടിട്ടില്ല. കൊഴുപ്പ എന്നാണ് ഇതിൻ്റെ പേരെന്നാണ് അവർ പറഞ്ഞത്. കൊഴുപ്പ. ഇത് ഈ തഴുതാമയില പോലെ തന്നെ തോരനൊക്കെ വയ്ക്കുന്ന ഒരു ഇലയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർ ഇന്ന് തോരൻ വയ്ക്കാൻ പോണത് എങ്ങനെയുണ്ട് നമുക്ക് കഴിച്ചു നോക്കാം. ഞാൻ കഴിച്ചിട്ടില്ല ഇതുവരെയായിട്ട്. ഇത് നമ്മൾ പറമ്പിലും കാടിലൊക്കെ നിൽക്കുന്നുണ്ടായിരിക്കും, പക്ഷേ ഇതിങ്ങനെ കറി വയ്ക്കാൻ പറ്റുന്നൊരു സാധനമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഇത് എന്താണെന്നുള്ളതിന് ഒന്ന് കറി വെച്ച് നോക്കാം, എങ്ങനെയുണ്ടെന്ന് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ട് അതിൻ്റെ ടേസ്റ്റ് എന്നുള്ളത്. നമ്മൾ സാധാരണ അരപ്പുണ്ടാക്കുന്ന പോലെ തന്നെ തേങ്ങ, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി, ഉള്ളി, അതിനോടൊപ്പം നമ്മൾ ചെമ്മീനും കൂടെ ചേർക്കുന്നുണ്ട്. ചെമ്മീൻ നമ്മുടെ കൊഴുപ്പ് നമ്മൾ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തോരൻ വെക്കാൻ പോവാണ്. തോരൻ വെക്കാനായിട്ട് നമ്മൾ സാധാരണ ഇലക്കറികൾ തോരൻ വെക്കുന്ന പോലെ തന്നെ വെക്കുക. നമ്മുടെ ഓപ്ഷനിലാണ് എന്ത് വേണമെങ്കിലും ചേർക്കാം. അതിൻ്റെ കൂടെ നമുക്ക് പരിപ്പ് ചേർക്കണമെങ്കിൽ ചേർക്കാം, മുട്ട ചേർക്കണമെങ്കിൽ ചേർക്കാം. നമ്മൾ എന്ത് ചേർക്കണം, ഉപ്പിലിട്ട് വേവിച്ചെടുത്ത ചെമ്മീനാണ്. അതൊരു 3-4 ചെമ്മീൻ നമ്മൾ ചേർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ തേങ്ങയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒതുക്കുന്നതിൻ്റെ കൂടെ തന്നെ വെച്ച് ഒതുക്കിയെടുത്തിട്ട് അത് ഇതിനോട് ചേർത്ത് ഉണ്ടാക്കണം. നമ്മളൊരു വെറൈറ്റി എന്നുള്ള ലെവലിൽ ചെയ്യുന്നത് മാത്രം. അപ്പോൾ ഇലക്കറികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല, പോഷക സമൃദ്ധമായിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ നിത്യജീവിതത്തിൽ ദിവസം ഒരു ഇലക്കറിയും വെച്ച് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. മക്കൾക്കെല്ലാം കൊടുക്കുക. എല്ലാവർക്കും കണ്ണിനും ഒക്കെ എല്ലാത്തിനും ആരോഗ്യം കിട്ടുന്ന ഒരു പോഷക സമൃദ്ധമായ സംഭവങ്ങൾ തന്നെ ഇലക്കറികൾ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മളൊക്കെ ലോക്ക്ഡൗൺ ആയിട്ട് പറമ്പിലേക്കും പാടത്തേക്കൊക്കെ ഇറങ്ങുമ്പോഴാണ് നമുക്ക് ഇതുപോലെയുള്ള ഓരോ സംഭവങ്ങൾ കിട്ടുന്നത്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതെങ്ങനെ തോരൻ ഉണ്ടാക്കണമെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ നമ്മുടെ കൊഴുപ്പ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കഴിച്ചു നോക്കാം ഇതെങ്ങനെയുണ്ടെന്ന്. നമ്മുടെ പച്ചച്ചീര കഴിക്കണ പോലെ, അതിലാണ് വേറെ പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇത് നമ്മൾ പരിചയപ്പെടുത്താൻ കാരണം ചിലപ്പോൾ നമ്മുടെ പാടത്തും പറമ്പിലൊക്കെ നമ്മുടെ വീടിനടുത്ത് തന്നെ ഈ സാധനം നിൽക്കുന്നുണ്ടാവും. പക്ഷെ നമ്മൾ ചിലപ്പോൾ അത് അറിയാത്തത് കൊണ്ട് നമ്മളത് ഉപയോഗിക്കാതിരിക്കുന്നുണ്ടാവും. അപ്പോൾ റെസിപ്പി എന്നുള്ളതിലുപരി ഒരു പുതിയ അറിവായിട്ട് എല്ലാവരും കണക്കാക്കുക. നമ്മൾ നോക്കുക. അതിൻ്റെ എവിടെയെങ്കിലും നമ്മൾ വീടിൻ്റെ പരിസരത്തേക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും അതെടുത്ത് കറി വയ്ക്കുക, ഉപയോഗിക്കുക. ഔഷധ ഗുണം നമുക്കറിയാമല്ലോ. അപ്പോൾ അത് തന്നെ അതൊക്കെ ഉപയോഗിക്കുക, മക്കൾക്കൊക്കെ കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു പുതിയ വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരാം. അതുവരേക്കും ഇവിടെ പറയുന്നു ഞാൻ രാജേഷ്.